താങ്കൾക്കും എനിക്കും ഒരുപോലെ അനുഗ്രഹത്തിന് വിടുതലിനുമായി കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നു. പ്രാർത്ഥിച്ചതിന് ശേഷം ഒരു ടെസ്റ്റിന് പോയി ആ റിസൾട്ട് നോർമൽ ആണെന്ന് അറിയിക്കുവാനിടയായിട്ടുണ്ട്. ധാരാളം ആളുകൾ ടെലിഫോണിൽ വന്നുകൊണ്ടിരിക്കുന്നു. ഒരു കോൾ എടുക്കട്ടെ. ഹലോ, കേൾക്കാം, പറഞ്ഞാട്ടെ. റേഡിയേഷൻ എടുത്തോണ്ടിരിക്കുക, 6ാമത്തെ റേഡിയേഷനായി. അതിനൊന്ന് പ്രാർത്ഥിക്കാനായിരുന്നു. താങ്കൾക്കും എനിക്കും ഒരുപോലെ അനുഗ്രഹത്തിന് വിടുതലിനുമായി കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നു. പ്രാർത്ഥിച്ചതിന് ശേഷം ഒരു ടെസ്റ്റിന് പോയി ആ റിസൾട്ട് നോർമൽ ആണെന്ന് അറിയിക്കുവാനിടയായിട്ടുണ്ട്. ധാരാളം ആളുകൾ ടെലിഫോണിൽ വന്നുകൊണ്ടിരിക്കുന്നു. ഒരു കോൾ എടുക്കട്ടെ. ഹലോ, കേൾക്കാം, പറഞ്ഞാട്ടെ. റേഡിയേഷൻ എടുത്തോണ്ടിരിക്കുക, 6ാമത്തെ റേഡിയേഷനായി. അതിനൊന്ന് പ്രാർത്ഥിക്കാനായിരുന്നു.
യേശുവിനെ നല്ലവനെന്ന് രുചിച്ചറിയുവാൻ നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒരുക്കി തന്ന ഒരു നല്ല ദിവസത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുമ്പോൾ ഈ തത്സമയം നടന്നുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനാ കേരളത്തിന്റെ ശുശ്രൂഷയിൽ താങ്കൾ പങ്കെടുക്കുവാൻ, നമുക്ക് ഒന്നിച്ച് ശുശ്രൂഷയിൽ ആയിരിക്കാൻ യേശു ഒരുക്കിയ നല്ല അവസരത്തിന് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. താങ്കളെ ഓർക്കുന്നു, യേശു താങ്കളെ എത്ര അധികം സ്നേഹിക്കുന്നു. യേശുവിന് താങ്കൾ എന്തുമാത്രം പ്രിയപ്പെട്ട ജീവിതമാണ്. ഈ പകൽ കണ്ണുനീരിൽ കുതിർന്ന ഒരു ജീവിതമായിട്ടല്ല യേശു നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. യേശുവിനാൽ ആദരിക്കപ്പെടുന്ന, യേശുവിന്റെ മഹത്വത്താൽ നിറയപ്പെടുന്ന, യേശുവിനാൽ തല ഉയർത്തി നിൽക്കുന്ന ഒരു ഉയർന്ന അനുഭവം താങ്കൾക്ക് വേണ്ടി യേശുവിൽ, എനിക്ക് വേണ്ടി യേശുവിലുള്ളപ്പോൾ ഈ പകൽ ആ രണ്ട് കരങ്ങളും നിരാശകൾ, ഭാരങ്ങളെ മാറ്റിവെച്ച് കരങ്ങളെ ഉയർത്തി ചേർന്ന് ഞങ്ങളോടൊപ്പം loves you. God has great things in store for each of us beyond our understanding. So therefore, whatever be the situation that you are facing today, I just want to remind you, Jesus said, do not let your heart be troubled, only trust and believe in Jesus. Jesus knows the best for each of our lives. Beloved, let's lift our hands to the Lord and sing hallelujah. For Jesus, you are the King of Kings and the Lord of Lords, Prince of Peace, mighty God, wonderful Counselor, we praise. Everlasting Father, ശുശ്രൂഷയിൽ അവിടുന്ന് പ്രത്യേകാൽ തിരഞ്ഞെടുത്ത് ഒന്നിച്ചു കൊണ്ടുവന്ന ഈ വിലപ്പെട്ട ജീവിതത്തിനായി, അവർ പ്രതിദാനം ചെയ്യുന്ന കുടുംബത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അവരെ അനുഗ്രഹിക്കുന്നു. മീതെ അവർക്കായി ആകാശം തുറക്കപ്പെടട്ടെ. സ്വർഗത്തിലെ സകല ആത്മിക ഭൗതിക നിറവുകളാലും യേശുവിൽ ഓരോരുത്തരെയും അവിടുന്ന് നിറച്ച് മുൻപോട്ട് കൊണ്ടുപോകണമെന്ന് പ്രാർത്ഥിക്കുന്നത്. ഏതെങ്കിലും വിഷയത്തിൽ വിഷമിച്ച് ജീവിതം മുൻപോട്ട് പോകാൻ കഴിയാത്ത നിലയിൽ വിലപിക്കുന്ന ജീവിതം ഈ പകൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നെങ്കിൽ
പിതാവിനെ, ആ മാതാവിനെ, ആ ഭർത്താവിനെ, ആ ഭാര്യയെ, ആ യുവാവിനെ, ആ യുവതിയെ, ആ മകളെ, ആ മകനെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ സർവ്വവിധമായ അനുഗ്രഹങ്ങൾ ഇപ്പോൾ അവരുടെ മേൽ പകരണമേ. പരിശുദ്ധാത്മാവേ, ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവിടുത്തെ വചനം പോലെ അവിടുത്തെ സകല ജഡത്തിനു മേലും അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്റെ മേല് എന്റെ ആത്മാവിനെ പകരുമെന്ന് പറഞ്ഞ വാഗ്ദത്ത വചനപ്രകാരം ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ആത്മാവിനെ പകർന്നാട്ട്, അങ്ങയുടെ ആത്മാവിനെ പകർന്നാട്ട് ഈ മക്കളെ അവിടുന്ന് ബലപ്പെടുത്തണം, ശക്തീകരിക്കണം. ഞങ്ങളെ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവിനാൽ അവിടുന്ന് ഇപ്പോൾ ബലപ്പെടുത്തണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്ലേശങ്ങളുടെ നടുവിൽ ഈ മക്കൾ തല ഉയർത്തി നിൽക്കുന്നവരായി മാറട്ടെ. രോഗങ്ങളുടെ നടുവിൽ ഇവർ യേശുവിന്റെ സൗഖ്യം അനുഭവിക്കുന്നവരാകട്ടെ. വൈതരണികളുടെ മുമ്പിൽ കടന്നു കയറുവാനുള്ള ബലം ഇപ്പോൾ യേശുവിൻ നാമത്തിൽ ഓരോരുത്തരിലും അവിടുന്ന് പകർന്നു കൊടുത്താട്ട് അവരുടെ നരിയാണികൾ ഉറക്കട്ടെ, കാലുകളിൽ ബലമുണ്ടാകട്ടെ. അവരുടെ തല അവിടുന്ന് ഉയർത്തുന്ന കർത്താവാകയാണ്. യേശുവിന്റെ നാമത്തിൽ ഈ മക്കളിൽ ഉയർച്ച സംഭവിക്കട്ടെ. വിദ്യാഭ്യാസ മേഖലയിലായിരിക്കുന്നവർ അവർ അനുഗ്രഹീതരാകട്ടെ. മികവിന്റെ ആത്മാവിനാ ഓരോ വ്യക്തിയും നിറയപ്പെടട്ടെ. Father God, we commit everyone joining us this morning from all over the world. I pray that the Spirit of the living God will descend upon everyone. Strengthen every body, Father God. Strengthen every life, Father. Strengthen every life, oh Lord. Strengthen everyone. Quicken their spirits, Lord. Yes, Father, raise your people up, Father, I pray in Jesus' mighty name. Let the blessings of the Lord be so rich in their lives, Lord. Yes, Lord. We read in your word, Lord, that you are the lifter of our heads. We pray that you will lift your children right now in Jesus' name. Whatever despair, whatever disappointment, or whatever depression that your children are facing, I break its chains from their lives in Jesus' name. And instead I bring the joy of the Lord, the joy of the Lord, the peace like river, and the peace that passes all understanding be so full in their lives, Father God. അവരുടെ ഹൃദയങ്ങളിൽ നിരാശയും ദുഃഖവും ദുരിതവും വാഴിരിക്കുന്നതിന് പകരം ആ ശക്തികളെ ഞങ്ങൾ മുറിച്ചു കളയുന്ന പകരം യേശുവിന്റെ സമാധാനത്തെ, യേശുവിന്റെ സന്തോഷത്തെ, നദി പോൽ സമാധാനത്തെ ഞങ്ങൾ ഈ മക്കളിൽ കൊണ്ടുവരുന്നു. അവർ സന്തോഷിക്കട്ടെ, ഈ കുടുംബങ്ങൾ ഉല്ലസിക്കട്ടെ. യേശുവിൻ നാമത്തിൽ തത്സമയം നടന്നുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥന കേരളം എന്ന ഈ ശുശ്രൂഷയുടെ 641 ദിവസത്തിൽ ഞങ്ങൾ താങ്കളെ സ്വാഗതം ചെയ്യുമ്പോൾ ലോകരാജ്യങ്ങളിൽ ജനലക്ഷങ്ങളെ യേശു കർത്താവ് വിടുവിക്കുന്നു, സ്പർശിക്കുന്നു. ഉറപ്പായി 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 എഴുതപ്പെട്ട വചനം അങ്ങനെ തന്നെ ഊവെന്ന് പറഞ്ഞാൽ ഊവെന്ന് തന്നെയാകയാൽ ആ വചനത്തിൽ നിന്ന് ഞാൻ ഉറപ്പായി താങ്കളോട് പറയട്ടെ, യേശു താങ്കൾക്ക് വേണ്ടി ഇന്ന് അത്ഭുതങ്ങൾ ചെയ്യും. ആ യേശുവിൽ തന്നെ ആശ്രയിക്കാം. Beloved, Jesus will do a miracle for your life today, and I tell you, today is the day of your miracle and your breakthrough. You are born for excellence, you are born for great heights. മികവിനു വേണ്ടിയും ഉയർന്ന സ്ഥാനങ്ങൾക്ക് വേണ്ടിയും യേശുവിനാൽ സൃഷ്ടിക്കപ്പെട്ട ജീവിതമാ താങ്കൾ. ആ രണ്ട് കരങ്ങളെ ഉയർത്തി ഞങ്ങളോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവം ഓരോ ദിവസവും ചെയ്യുന്ന അത്ഭുത പ്രവർത്തികൾ അവന്റെ എത്ര നന്ദി പറഞ്ഞാലും നമുക്ക് മതിയാവുകയില്ല. കോഴിക്കോട് നിന്ന് സാറാം എന്ന് പറയുന്ന ആന്റി അറിയിച്ചിരിക്കുന്നു അതുപോലൊരു പ്രൈസ് റിപ്പോർട്ടാണ്. സാറാമ്മയുടെ കൊച്ചുമകൾ സാറ, ആ കുഞ്ഞിന് 2 വർഷം മുമ്പ് ബ്രെയിനിൽ ഒരു മുഴയുള്ളതായിട്ട് അവർക്ക് അറിവ് കിട്ടി. അവർ അതിനുള്ള ട്രീറ്റ്മെന്റ്സ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെങ്കിൽ അതിന് യാതൊരു വിടുതലും ഒരു മാറ്റവും ഇല്ലാതെ തുടർന്നുകൊണ്ടിരുന്നപ്പോൾ 2 വർഷമായിട്ട് തുടർന്നുകൊണ്ടിരുന്നപ്പോൾ പ്രേം കേരളയിൽ വിളിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനായിട്ട് ഇടയായി തീർന്നു. ദൈവം അത്ഭുത വിടുതൽ നൽകി. ആ കുഞ്ഞിന് ഇപ്പോൾ യാതൊരു കുഴപ്പവുമില്ല. ബ്രെയിനിൽ അങ്ങനെ ഒരു മുഴയായിട്ട് ഉള്ളതായിട്ട് പോലും സ്കാൻ ചെയ്തപ്പോൾ കാണുവാനായിട്ട് പറ്റിയിട്ടില്ല. ദൈവം ചെയ്യുന്നത് വളരെ തികച്ചും സൗജന്യമായി നൽകുന്ന, ഔദാര്യമായി നൽകുന്ന അവന്റെ ആ ദൈവപ്രവൃത്തി, അവന്റെ ആ സൗഖ്യം
നമ്മുടെ ഓരോരുത്തരും ജീവിതത്തെ അനുഭവിക്കാൻ തക്കൊണ്ടിടയാകുന്നു. തീർച്ചയായിട്ടും അജിത് ബ്രദറെ, യേശു അത്ഭുതങ്ങളെ ദൈവമാണ്. നമ്മൾ യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന ഓരോ വിഷയത്തിനും യേശു വലിയ മറുപടികൾ നൽകുന്നത് കാണുവാൻ കഴിയുന്നുണ്ട്. ഇത് കായംകുളത്തുനിന്ന് കുഞ്ഞുമോൾ എന്ന് പറയുന്നൊരു മാതാവ് ഇങ്ങനെയാണ് വിളിച്ചത്. മകള് പോസ്റ്റ് ബി എസ് സി അത് പഠിക്കുന്നത്. അപ്പോൾ ആ എക്സാം ടൈം ആയപ്പോൾ പ്രാർത്ഥിക്കുന്ന കാലത്ത് വിളിച്ച് പ്രാർത്ഥിച്ചാണ് എക്സാമിന് എല്ലാം കടന്നുപോയത്. അപ്പോൾ പറഞ്ഞത് വളരെ ടഫായ വിഷയമാണ്, പക്ഷേ ഭയങ്കര പ്രാർത്ഥിച്ചിട്ട് കടന്നു പോയതിന് ശേഷം എക്സാം നന്നായി എഴുതാൻ സാധിച്ചു. അതുമാത്രമല്ല, ഇന്നലെ എൻ്റെ റിസൾട്ട് വന്നു. അപ്പോൾ റിസൾട്ട് വന്നപ്പോൾ മാതാവ് വിളിച്ച് പറഞ്ഞെങ്കിലാണ് ഭയങ്കര പ്രാർത്ഥിച്ചു മാത്രം മകൾക്ക് നല്ല വിജയം കിട്ടി. പോസ്റ്റ് ബി എസ് സിക്ക് ഡിസ്ട്രിക്ഷനോടുകൂടെ പാസ്സാകുവാൻ കർത്താവ് മകളെ സഹായിച്ചു കൊടുത്തു. നമ്മൾ കേരളയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട്. മികവിൻ്റെ ആത്മാവിനാൽ ദൈവം അവരെ നിറയ്ക്കേണ്ടതിന് തീർച്ചയായിട്ടും നമ്മൾ പ്രാർത്ഥിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും ദൈവം കരം പിടിച്ച് ഉയർത്തുന്നത് കാണുവാൻ നമുക്ക് സാധിക്കുന്നു. വെള്ളനാട് നിന്നും രാധ എന്നൊരു സഹോദരി നമ്മളെ വിളിച്ചു പറഞ്ഞത് മകൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇന്നലെ രാത്രി 8 മണിയായിട്ടും മകൻ വീട്ടിൽ വരാതിരുന്നപ്പോഴായിരുന്നു പ്രാർത്ഥിക്കുന്ന കേരളത്തിലേക്ക് വിളിച്ച് പ്രാർത്ഥന ചോദിച്ചത്. പ്രാർത്ഥിച്ചതിന് ശേഷം അടുത്ത നിമിഷം തന്നെ മകൻ വീട്ടിൽ വരുവാനായി ഇടയായി തീർന്നു. പ്രാർത്ഥിച്ച എല്ലാവരോടുള്ള നന്ദി ഈ സമയം നമ്മളോട് അറിയിച്ചു. ആലുവയിൽ നിന്ന് സുജ എന്ന് പറയുന്ന ആന്റി അറിയിച്ചിരിക്കുന്നത് ആന്റിയുടെ കൊളസ്ട്രോൾ ഹയർ ലെവലിലായിരുന്നു. പ്രിയങ്കരനെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം സൗഖ്യം നൽകി അത് നോർമൽ ലെവലിലേക്ക് കടന്നു വരുവാൻ തൊക്കെ ഇടയായി എന്നുള്ള ആന്റി അറിയിച്ചിരിക്കുന്നു. ഇത് തൃശ്ശൂരിൽ നിന്ന് മേരി അറിയിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? മകന് നാളുകളായി വിദേശത്തേക്ക് പോകാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. യേശു അത്ഭുതം ചെയ്ത് ഇന്നലെ പകല് മകൻ ദുബായിലേക്ക് കടന്നുപോയി. അപ്പോൾ അതിന് മുമ്പേ മാതാവ് വിളിച്ച് ദുബായിലേക്ക് കടന്നു പോയി യാത്രയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. അതിന് വൈകുന്നേരം ഇപ്പം വിളിച്ചിട്ട് പറഞ്ഞെങ്ങനെയാണ് ദുബായിലോട്ടുള്ള യാത്രയെല്ലാം വളരെ ക്ഷേമത്തോടുകൂടി തയ്യാറായിരുന്നു. യാതൊരു പ്രോബ്ലം ഇല്ലാതെ എത്തിച്ചേർന്ന്. അതുമാത്രമല്ല, ഇന്നലെ ഉച്ച കഴിഞ്ഞ് ഇന്നലെ തന്നെ മാൻ ആ ജോലി പ്രവേശിക്കാനും യേശു മാനെ സഹായിച്ചു. തുടർന്ന് മാമാന് വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുകയാണ്. ജോലി മേഖലയിൽ ദൈവകൃപയോട് അനുഭവിച്ച് ജോലി ചെയ്യാനുള്ള കൃപ നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമെന്ന് ആ മാതാവ് പ്രാർത്ഥിക്കാൻ പറഞ്ഞിരിക്കുന്നു. ശരീരത്തിൽ സൗഖ്യമില്ലാതിരുന്നപ്പോഴായിരുന്നു പ്രാർത്ഥനയ്ക്കായി വിളിച്ചത്. മൂവാറ്റുപുഴയിൽ നിന്നും ഷൈജു എന്നൊരു സഹോദരനാണ് ഈ സാക്ഷി നമ്മളോട് വിളിച്ച് പറഞ്ഞിരിക്കുന്നത്. പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ വിളിച്ച് പ്രാർത്ഥിച്ചു. കർത്താവ് പരിപൂർണമായ സൗഖ്യം പ്രാർത്ഥിച്ച എല്ലാവരോടും കർത്താവിനോടുള്ള നന്ദി ഈ സമയം അറിയിച്ചിരിക്കുന്നു. ട്രിവാൻഡ്രത്ത് നിന്ന് നിഷ അറിയിച്ചിരിക്കുന്ന മകൾ 5 വയസ്സുള്ള മകൾക്ക് പനിയാൽ ഭാരപ്പെട്ടിരുന്നപ്പോൾ പ്രിയങ്കരൽ പ്രാർത്ഥിക്കാനിടയായിരുന്നു. ദൈവം പൂർണ്ണ സൗഖ്യം നൽകി അനേക ജീവിതങ്ങളിലേക്ക് ദൈവത്തിന്റെ അത്ഭുത സൗഖ്യത്തെ പകർന്നുകൊണ്ടിരിക്കുന്നു. സങ്കീർത്തനം 73-ാമത്തെ സങ്കീർത്തനം അതിന്റെ 28-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: നിന്റെ സകല പ്രവൃത്തികളെ വർണ്ണിക്കേണ്ടതിന് ഞാൻ യഹോവയായ കർത്താവിനെ എന്റെ സങ്കേതമാക്കിയിരിക്കുന്നു. തീർച്ചയായിട്ടും ആ ദൈവത്തെ സങ്കേതമാക്കിയിരിക്കുന്ന ഓരോ ജീവിതത്തിനും അവരുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന അത്ഭുത പ്രവർത്തികൾ വർണ്ണിക്കുവാൻ കൊണ്ടിടയായി തീരും. കാരണം അവർ ആഗ്രഹിക്കുന്ന അവരുടെ കഴിവുകൊണ്ടല്ല, അവർ ആഗ്രഹിക്കുന്ന നിലവാരത്തിലുള്ള പ്രവർത്തനം ഫലങ്ങൾ ഉളവായെന്ന് അവരുടെ ആരുടെയും കഴിവുകൊണ്ടല്ല. കാരണം അവർ സങ്കേതമാക്കി വെച്ചിരിക്കുന്ന, അവർ ആശ്രയിച്ചിരിക്കുന്ന ആ യഹോവ അവരുടെ കൂടെ ഇരിക്കുന്നതുകൊണ്ട് മാത്രമാണ്. തീർച്ചയായിട്ടും ഇന്ന് പകലിൽ ബ്രേക്കിൽ പങ്കെടുക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോടും പറയട്ടെ, യേശു നമ്മുടെ സങ്കേതമായിരിക്കാൻ ഒരിക്കലും നമ്മൾ ഭാരപ്പെടേണ്ട കാര്യമില്ല, പ്രയാസപ്പെടേണ്ട കാര്യമില്ല. കാര്യം അവൻ നമ്മളെ ചുറ്റും പരിചയായി പലകയായി അവൻ നമ്മുടെ കൂടെ ഇരുന്ന് നമ്മളെ വിടുവിക്കുന്ന ദേവന. ഇന്ന് ഈ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ ഏതെങ്കിലും നിലയിൽ താങ്കൾ വേദനയുടെ ദുഃഖത്തിലൂടെ പ്രയാസത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ ഈ പ്രഭാതത്തിൽ നമുക്ക് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. യേശു അത്ഭുതങ്ങളെ ദൈവം മാത്രമേ. ഈ സമയം നമുക്ക് ഒന്നിച്ച് ആ കാര്യങ്ങൾ ദൈവസനെ ഉയർത്തി നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോൾ ദീപബ്രദർ താങ്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. സ്വർഗപിതാവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. തത്സമയ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ കുടുംബങ്ങളെയും ഇപ്പോൾ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ കൃപയും സാന്നിധ്യവും ബലവും നീ പകർന്ന് ഈ ഒരു പകൽ മുഴുവനും നിൽക്കുവാൻ ആവശ്യമായ ദൈവിക ബലം നീ പകർന്ന് ഈ കുടുംബങ്ങളെല്ലാം അവിടുന്ന് സഹായിക്കും. മഹത്വം അവിടുന്ന് ഏറ്റെടുക്കും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കേരള ലോകരാജ്യങ്ങളിൽ അനേകായിരങ്ങൾക്ക് അനുഗ്രഹമായി തീരുന്ന താങ്കളുടെ നല്ല വാക്കുകൾക്ക് പ്രോത്സാഹനത്തിന് ഞങ്ങൾ നന്ദി പറയുമ്പോൾ സ്ക്രീനിൽ കാണുന്ന വ്യക്തികളോട് താങ്കൾക്ക് നേരിട്ട് സംസാരിക്കുവാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. അത്യാവശ്യമായ വിഷയങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നേരിട്ട് എന്നോടോ അല്ലെങ്കിൽ സ്ക്രീനിൽ വരുന്ന വ്യക്തികളോട് നേരിട്ട് സംസാരിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. തീർച്ചയായിട്ടും യേശു അത്ഭുതകരമായ വിമോചനം നമ്മുടെ വിഷയങ്ങൾക്ക് നൽകി തരുവാൻ വിശ്വസ്തൻ തന്നെയാണ്. ഒരു മാതാവ് ഇന്നലെ തിരുവല്ലയിലെ മീറ്റിങ്ങിന് വന്നപ്പോൾ എന്നോട് പറഞ്ഞു, 1 മണിക്ക് കിടന്നാലും രാവിലെ പ്രേം കേരള 5:30 മുതൽ ടെലിവിഷൻ്റെ മുമ്പിൽ വന്നിരുന്ന പ്രേം കേരളയിൽ പ്രാർത്ഥിച്ച് 7 മണി കഴിയാതെ വേറെ ഒരു കാര്യത്തിനും ഇറങ്ങത്തില്ല. വേറൊരു വ്യക്തി പറഞ്ഞത് വെള്ളം പോലും ഒന്ന് അന്നേരം കുടിക്കില്ല. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരോട് യേശു ജീവിതങ്ങളെ വിടുവിക്കുന്നു. നമുക്കൊന്നിച്ച് ഇന്ന് പല പ്രിയപ്പെട്ടവർ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അവർ
എക്സാം എഴുതുവാൻ വേണ്ടി പോകാൻ പോകുകയാണ്. മാത്രമല്ല ജോലിക്ക് വേണ്ടി പോകുന്നു, ഇൻ്റർവ്യൂവിന് വേണ്ടി പോകുന്നു, അടുത്ത ട്രെയിൻ പിടിക്കുവാനായിട്ട് പോകുന്ന പ്രിയപ്പെട്ടവരുണ്ട്, വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നവരുണ്ട്. ഒരു നിമിഷം വരെ ഞാൻ പ്രാർത്ഥിച്ച് അയക്കാൻ പോകുക. അതിന് തൊട്ട് മുൻപായിട്ട് ഇപ്പോൾ വന്ന് ടെലിഫോൺ എടുക്കട്ടെ. ഹലോ ഹലോ ആ പറഞ്ഞാട്ടെ. ഹലോ 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 പറഞ്ഞാട്ടെ. ഹലോ ഞാൻ തൊടുപുഴന്ന് ജാൻസിയാ വിളിക്കുന്നത്. ആ പറഞ്ഞാട്ടെ. തൊടുപുഴന്ന് ജാൻസിയാ വിളിക്കുന്നത്. ആ പറഞ്ഞോളൂ. കഴിഞ്ഞ ഉപവാസ പ്രാർത്ഥനയിൽ ഞാനൊരു പ്രാർത്ഥനാ വിഷയം പറഞ്ഞിരുന്നു. എന്റെ കസിൻ ബ്രദർ കോട്ടയത്ത് മെഡിക്കൽ കോളേജിലെ വെന്റിലേറ്ററില് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു അസുഖത്താൽ ഭാരപ്പെടുന്നു, പ്രാർത്ഥിക്കണമെന്നും പറഞ്ഞ് വിളിച്ചു പറഞ്ഞിരുന്നു. നട്ടെല്ലിന് പഴുപ്പ് വന്നിട്ട് അത് ശരീരം മുഴുവനും വ്യാപിക്കുന്ന ഒരു അസുഖമായിരുന്നു. പക്ഷെ കോട്ടയത്ത് അത് ആദ്യമായിട്ട് വന്ന ഒരു അസുഖമാണ്. അതുകൊണ്ട് ഡോക്ടർമാരൊക്കെ വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലായിട്ട് 2 ആഴ്ചയായിട്ട് ഇപ്പൊ വെന്റിലേറ്ററിലാണ് കിടക്കുന്നത്. പക്ഷെ ഒരു പ്രതീക്ഷയ്ക്കൊന്നും വകയില്ലെന്ന് ഡോക്ടർമാര് പറഞ്ഞു. എന്നാലും ഉപവാസ പ്രാർത്ഥനയിൽ ഞാൻ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു, പ്രാർത്ഥിച്ചു. അതിനുശേഷം വളരെ ഇംപ്രൂവ്മെന്റ് കണ്ടു തുടങ്ങി. ഇപ്പം പ്രതികരിക്കാൻ തുടങ്ങി, സംസാരിക്കാൻ തുടങ്ങി. കർത്താവ് വലിയ അത്ഭുതം ചെയ്തുകൊണ്ടിരിക്കുന്നു. കർട്ടനിൽ കൂടെ നമുക്ക് കാണാൻ പറ്റുള്ളെങ്കിലും നമ്മൾ പുറത്തു നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ കൂടെ പ്രാർത്ഥിക്കുന്നുണ്ട്, കയറി വരാൻ പറയുന്നുണ്ട്. വലിയ അത്ഭുതം കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുക. ആ സഹോദരന്റെ പേര് ഒന്ന് പറയാമോ? പേര് ജെയിംസ്. ഓക്കെ. തീർച്ചയായിട്ടും ഞങ്ങൾ ആ മെഡിക്കൽ കോളേജിൽ വന്ന് ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സിൻവൃതരെ യേശു ചെയ്യുന്ന വലിയ കാര്യങ്ങൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യേശു ചെറിയൊരു പനിയെ സൗഖ്യമാക്കൂ. തീർച്ചയായിട്ടും പനിയെ സൗഖ്യമാക്കും. പനിയെ തുടർന്നുണ്ടാകുന്ന സങ്കീർണമായ സ്ഥിതികളുണ്ട്. പനി പലതിൻ്റെയും ലക്ഷണങ്ങളാണ്. പക്ഷെങ്കിൽ യേശുവിന് പനിയും അപൂർവങ്ങളിൽ അപൂർവമായ രോഗവും ഒരുപോലെയാണ്. കാരണം യെശയ്യാവ് 53:4-5 എഴുതിയിരിക്കുന്നത് ബൈ ഹിസ് സ്ട്രൈപ്സ് വി ആർ ഹീൽഡ്. യേശുവിൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുവരിക്കുന്നു. ഇന്നലെ തിരുവല്ലയിലെ മീറ്റിങ്ങിൽ എന്തുമാത്രം ആളുകളുടെ വിടുതലുകളാണ് നമുക്ക് കേൾക്കാൻ പറ്റുന്നത്. യേശു കൊടുക്കുന്ന സൗഖ്യങ്ങൾ, യേശു കൊടുക്കുന്ന സമാധാനം, യേശു കൊടുക്കുന്ന ഒരു മാതാവ് പറഞ്ഞു, മാസങ്ങളായിട്ട് വീട്ടിൽ നിന്ന് സ്വന്തം കാര്യം പോലും ചെയ്യാനായിട്ട് ശേഷിയില്ലാതെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ആരോ ബ്രെയിൻ കെയറിനെ കുറിച്ച് പറഞ്ഞു. പ്രത്യേകിച്ച് മുട്ടിന് താഴേക്ക്, മുട്ടിന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റത്തില്ല, ഒരു സ്റ്റെപ്പ് പോലും നടക്കാൻ പറ്റത്തില്ല. അപ്പം മാസങ്ങളായിട്ട് ഇതിൽ മരുന്ന് കഴിച്ചിട്ടും ഇങ്ങനെ ഒരു സൗഖ്യമില്ലാതെ വിഷമിക്കുമ്പോൾ ആശുപത്രിയിൽ നിൽക്കുമ്പോൾ അവിടുത്തെ ഒരു വേറൊരു പേഷ്യൻ്റാണ് ശരിക്കും ബ്രെയിൻ കെയറിനെ കുറിച്ച് തിരുവല്ല മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ നിന്ന് ഈ വിവരം കിട്ടി. അവർ ചെന്നിട്ട് ഹാർവസ്റ്റ് TV അവർക്കില്ല. അപ്പം പോയി അവർ കണക്ഷൻ എടുത്തു. അതിനുശേഷം ഇവർ പങ്കെടുത്തു. എന്നെ ശ്രദ്ധിക്കുകയോ, കർത്താവ് ചെയ്തത് ആ മാതാവ് ആ പ്രോഗ്രാം അവർ അന്ന് രാവിലത്തെ പ്രാർത്ഥനയിൽ പങ്കെടുത്തതിൻ്റെ 3-ാമത്തെ ദിവസം അവർ ഒരു തീർത്ഥാടന യാത്ര പോകുന്നുണ്ടായിരുന്നു. അത് അങ്ങോട്ട് 49 കിലോമീറ്റർ ഒരു സൈഡ്. അത്രയും അവർ തനിയെ നടന്നു. തനിയെ മീൻസ് മറ്റാൾക്കാരുടെ കൂടെ ഈ വലിയ അമ്മ നടന്നുപോയി. സോ ഞാൻ പറഞ്ഞതിന് ചുരുക്കം, യേശുവാൽ കഴിയാത്ത കമോ 2 കരങ്ങളോ Lord, I give you
ഇരിക്കുന്ന അടുത്ത ഒരു വിടുതലിൻ്റെ സാക്ഷ്യം വരും. മാതാപിതാക്കൾ ഇന്നലെ തിരുവല്ലയിലെ മീറ്റിങ്ങിന് കടന്നു വന്നു. അപ്പം 11 മണിയായപ്പോൾ, ഇന്നലെ 11 മണിയായപ്പോൾ ചെന്നൈയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന മകൻ, ഒരു മൾട്ടിനാഷണൽ കമ്പനി ജോലി ചെയ്യുന്ന ഒരു IT പ്രൊഫഷണൽ, ആ മകൻ ഈ അമ്മയും അമ്മയുടെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, പ്രിയങ്കയുടെ മീറ്റിങ്ങിന് പോയോ? അപ്പോൾ പോകാൻ ഒരുങ്ങുക എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു വേഗം പോകണം എന്ന് പറഞ്ഞ് അപ്പനെയും അമ്മയോട് പറഞ്ഞു വിട്ടു. അപ്പോൾ അവർ വിഷയം ഇതായിരുന്നു, ഇവന് ജോലിയില്ലാതെ ഈ മകൻ വളരെ വിഷമിക്കുകയായിരുന്നു. അപ്പോൾ ആ മാതാപിതാക്കൾ വന്ന് കഴിഞ്ഞപ്പോൾ അടുത്ത വിഷയം പറഞ്ഞത്, മൂത്ത മകൻ്റെ വിവാഹം നല്ല ക്വാളിഫൈഡാണ്, നല്ല ജോലി ചെയ്യുന്നു, പക്ഷെങ്കിൽ വിവാഹം നടക്കുന്നില്ലായിരുന്നു. സോ ചേർന്ന് പ്രേം കേരളയിൽ പ്രാർത്ഥിച്ചു. യേശു അത്ഭുതകരമായിട്ട് ഒരു നല്ല വിവാഹ ബന്ധം ഒരുക്കി കൊടുത്തു. അപ്പോൾ ഇപ്പോൾ മാസങ്ങൾ കഴിഞ്ഞ് അവരുടെ വിവാഹ ജീവിതത്തിൽ അവർ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞപ്പോൾ ഈ രണ്ടാമത്തെ മകനൊരു ജോലിയില്ലാതെ വിഷമിക്കുകയായിരുന്നു. വെൽ ക്വാളിഫൈഡാണ്, പക്ഷെങ്കിൽ ജോലിയില്ലാതെ വിഷമിക്കുക. അപ്പോൾ അവർ ചേർന്ന് പ്രേം കേരളയിൽ വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിച്ച് അവർ പറഞ്ഞത്, ശരിക്കും ഹൃദയം തകർന്ന ആ മകന് ഉൾപ്പെടെ പ്രാർത്ഥിച്ച് യേശു നല്ല ഒരു ജോലി അവർക്ക് ലഭിച്ചു. അപ്പോൾ ജോലി നല്ല കമ്പനിയിൽ നല്ല ജോലി ലഭിച്ചു. പക്ഷേ IT ഫീൽഡിലുള്ള സ്വാഭാവികമായിട്ടുള്ള ആ ടെൻഷനൊക്കെ, ആ ജോലിയിൽ ആ സമ്മർദ്ദങ്ങളുണ്ട് എന്നതിൽ കവിഞ്ഞ് അവർ നല്ല ജോലി ലഭിച്ചു. അപ്പോൾ ആ ആദ്യം കിട്ടിയ ശമ്പളത്തിൽ നിന്ന് 5000 രൂപ പ്രേം കേരളയ്ക്ക് അത് കവറിനകത്തിട്ട് പൊതിഞ്ഞ്, ഓർക്കണം, പ്രേം കേരളയുടെ മീറ്റിങ്ങുകൾ എവിടെ നടന്നാലും അവിടെ കാണിക്ക പോലുമില്ല. നമ്മൾ കാണിക്ക എടുക്കുന്നില്ല, നമ്മൾ ആരോട് കാണിക്ക കൊണ്ടുവരാനായിട്ട് ആവശ്യപ്പെടുന്നില്ല, പറഞ്ഞിട്ടില്ല, ഒരു രജിസ്ട്രേഷൻ ഫീസ് ഇല്ല. യേശു സൗജന്യമായി നമുക്കിത് നൽകി, സൗജന്യമായി നൽകുക. ചേർന്ന് 2 കരകളെ ഉയർത്തി, glorify your name in all the earth. Glorify your name, Lord, we praise. Glorify your name. Glorify your name. Glorify your name in all the earth. ബസ്സിന് ബ്രദറെ, ഈ തൊടുപുഴയിൽ നിന്ന് ഇപ്പോൾ വിളിച്ച് ഉപവാസ പ്രാർത്ഥനയ്ക്ക് പങ്കെടുത്ത് തൻ്റെ സഹോദരന് വേണ്ടി, കസിൻ ബ്രദറിന് വേണ്ടി അപൂർവങ്ങളിൽ അപൂർവമായ രോഗിയുടെ സൗഖ്യത്തിന് കാരണമായി ദൈവം പ്രേം കേരളയെ ഉപയോഗിക്കാൻ കാരണം ഇതുപോലുള്ള വിലപിടിപ്പുള്ള ഹൃദയംഗമായിട്ട് നമ്മൾ ആരോടും ആവശ്യപ്പെടാതെ പകരം പരിശുദ്ധാത്മാവ് നിയന്ത്രിച്ച് അവർ ചെയ്യുന്ന ആ കരുതലുകൾ ഈ ശുശ്രൂഷയിൽ വിതയ്ക്കുന്നത് കൊണ്ട് ജീവിതങ്ങൾ വിടുവിക്കുന്നത്. നമ്മൾ ഒന്നിച്ച് ബൈബിളിൻ്റെ ഒരു പ്രിൻസിപ്പിൾ, ഒരു തത്വം ഇങ്ങനെ പറഞ്ഞു തരട്ടെ. യുദ്ധത്തിന് പോകുമ്പോൾ ബൈബിൾ വ്യക്തമാക്കുന്ന സാമാനങ്ങളിലെ സൂക്ഷിച്ച്, യുദ്ധത്തിന് മുൻനിരയിൽ നിൽക്കുന്നവരുടെ ആയുധങ്ങളും അവരുടെ സാധനങ്ങളും സൂക്ഷിച്ച്, അവർക്ക് അവരുടെ ആ സന്ദർഭത്തിൽ ആവശ്യമുള്ള സാധനങ്ങളെ സൂക്ഷിച്ച് കാവലിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കും, യുദ്ധത്തിന് മുൻനിരയിൽ പോയി യുദ്ധം ചെയ്ത് ജയം അനുഭവിക്കുകയും ചെയ്യുന്നവർക്കും പ്രതിഫലം വിഭജിക്കുമ്പോൾ ഇവർക്കും അവർക്കും ഒരുപോലെ. നമ്മൾ ഇവിടെ ഈ സ്ക്രീനിൽ വന്ന് താങ്കളോട് ശുശ്രൂഷിക്കുമ്പോൾ ഞങ്ങൾ ഈ സ്ക്രീനിൽ താങ്കൾ കാണുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് ആളുകൾ ഇതിൻ്റെ പിറകിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ശുശ്രൂഷ താങ്കൾക്ക് എത്തിച്ചു തരാൻ സാധിക്കുന്നത്. രാവിലെ തന്നെ ഇവിടെ കടന്നു വന്ന് കട്ടൻ കാപ്പി എടുത്തത് മുതൽ, തൂത്ത് വൃത്തിയാക്കുന്നത് മുതൽ, സ്റ്റുഡിയോ ക്രമമാക്കുന്നത് മുതൽ, സൗണ്ട്, വീഡിയോ, ക്യാമറസ്, എഡിറ്റ് യൂണിറ്റ്, പ്രയർ റിക്വസ്റ്റുകൾ വായിക്കുന്നത്, എഴുതുന്നത്, റീറൈറ്റ് ചെയ്യുന്നത്, ഫോൺ അറ്റൻഡ് ചെയ്യുന്നത്, രാപ്പകൽ സഹോദരി സഹോദരന്മാർ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ ചെന്നൈയിലിരിക്കുന്ന ഈ മകനും അവരുടെ മാതാപിതാക്കൾ തിരുവല്ലയില് നമ്മൾ ഒന്നിച്ച ഈ പ്രവൃത്തി ചെയ്യുന്നത്, ഈ പ്രവൃത്തി നമ്മൾ ഒന്നിച്ച ചെയ്യുന്നത്. അതുകൊണ്ട് അപൂർവങ്ങളിൽ അപൂർവമായ രോഗിക്ക് സൗഖ്യം നമുക്ക് എത്തിച്ചു കൊടുക്കാൻ സാധിക്കുന്നത്. യേശു അത്ഭുത മന്ത്രി, യേശു വീരനായ ദൈവം. ഞാൻ ആ പറഞ്ഞ വാചകം വീണ്ടും ആവർത്തിക്കാം. യേശുവിന്റെ സൗഖ്യത്തെ നമ്മൾ എത്തിച്ചു കൊടുക്കുക. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്ന, നാം ദൈവത്തിന്റെ ഭവനത്തിന്റെ ഗ്രഹവിചാരകന്മാരാണ്. യേശു ക്രൂശിൽ നേടിയെടുത്ത സകല നന്മകളും, സൗഖ്യം, നമ്മുടെ രക്ഷ, നമ്മുടെ വീണ്ടെടുപ്പ്, നമ്മുടെ ഭാവി, നമ്മുടെ സൗഖ്യം, നമ്മുടെ അനുഗ്രഹങ്ങൾ എല്ലാം യേശു ക്രൂശിൽ അവസാനമായി നിലവിളിക്കുന്ന ടെറ്റലസ്റ്റായി സകലതും നിവൃത്തിയായി. എനിക്ക് നമുക്ക് വേണ്ടുന്ന സകലതും യേശു നിറവേറ്റി തികച്ചെടുത്തു. We are talking about a completed work of Christ Jesus on the cross, beloved. It is done.
ഇറ്റ് ഈസ് ഡൺ. അത് പൂർത്തീകരിക്കപ്പെട്ടതാണ്. യേശു പൂർത്തീകരിച്ചു എന്നതിന്റെ അർത്ഥം നമുക്ക് എങ്ങനെങ്കിലും ജീവിക്കാമെന്നുള്ളതാണോ? അല്ല. അതേ യേശുവിന്റെ വചനം നമ്മെ വ്യക്തമായി കാണിച്ചിരുന്നു. യേശുവിന്റെ ജീവിത ശൈലിയിൽ വേണം നമ്മൾ ജീവിക്കുവാൻ. ഈ പകൽ യേശുവിന്റെ ഉയർന്ന ജീവിത ശൈലിയിലേക്ക് ഞങ്ങൾ താങ്കളെ സ്വാഗതം ചെയ്യുമ്പോൾ യേശുവിന്റെ ആ തികച്ചെടുത്ത സൗഖ്യത്തെ, തികച്ചെടുത്ത നന്മയെ ക്രിസ്തു യേശുവിന്റെ കാര്യവിചാരകന്മാരെന്ന നിലയിൽ നമ്മളെ ഏൽപ്പിച്ചത്, നമ്മൾ വില കൊടുത്തിട്ട് കിട്ടിയതല്ല, ദാനമായി നമ്മെ ഏൽപ്പിച്ചത് നാം ദാനമായി മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക ചെയ്യും. പക്ഷേ ഈ ശുശ്രൂഷ ആളുകളിൽ എത്തിച്ചു കൊടുക്കുന്ന ദൗത്യം, ആളുകൾക്ക് വീതിച്ചു കൊടുക്കുന്നത് സൗജന്യമാണ്. പക്ഷെ എത്തിച്ചു കൊടുക്കുവാൻ ഉപയോഗിക്കുന്ന സംവിധാനങ്ങൾ വളരെ ചിലവേറിയതാ. അതിലേക്ക് ഈ 5000 രൂപ പോകുമ്പോൾ ചില ജീവിതങ്ങളോട് വിടുതൽ അനുഭവിക്കാനിടയായി. ഇപ്പോൾ വന്നൊരു കോൾ എടുക്കുമ്പോൾ, ഹലോ ഹലോ എനിക്ക് നല്ല സുഖമില്ല. 6 വർഷം കൊണ്ട് ഉള്ള ശ്വാസം മുട്ടലായി. ഇതൊന്നും എനിക്ക് എന്തെങ്കിലും പ്രാർത്ഥിക്കണം. എന്റെ പല അസുഖം അതേസമയത്ത് ഇപ്പോൾ ശ്വാസം മുട്ടൽ പറഞ്ഞു ഞാൻ വളരെ വിഷമിച്ചാണ്. 6 വർഷം കൊണ്ട് ഞാൻ കഷ്ടപ്പെടുകയാണ്. ഇതിൽ നിന്നും എനിക്കൊരു വിടുതൽ കിട്ടണം. ഓക്കെ, ചേട്ടന്റെ പേരൂടെ പറഞ്ഞാട്ട്. എന്താ എന്റെ പേര് അപ്പുവാണ്. വെള്ളനാട്, ട്രിവാൻഡ്രം ജില്ല, വെള്ളനാട് വെളിയല്ലൂർ. വലിയ തുറയെന്ന് വിളിക്കുന്നത്. 6 വർഷം കൊണ്ട് ശ്വാസം മുട്ടൽ. അദ്ദേഹം മടുത്തു. ഒരു സെക്കൻഡ് നമുക്ക് ശ്വാസം മുട്ടൽ വന്ന് നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. അപ്പോൾ 6 വർഷം കൊണ്ട് സിൽവർ, നമ്മൾ തിങ്കളാഴ്ച രാവിലെ വയറിൽ നിന്ന് രക്തം പൊക്കോണ്ടിരിക്കുന്ന, വർഷങ്ങളായിട്ട് രക്തം പൊക്കോണ്ടിരിക്കുന്ന പൈൽസിൻ്റെ അസുഖം നിമിത്തം ഒരു പ്രിയപ്പെട്ട പിതാവിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു. ഞാൻ മടുത്തു എന്നൊക്കെ പറഞ്ഞ് ടെലിഫോൺ വന്ന് ഓർക്കുന്നില്ലേ? ഇന്നലെ അദ്ദേഹം തിരുവല്ലയിൽ വന്നു. അദ്ദേഹം പറഞ്ഞത്, പ്രാർത്ഥിച്ചതിന് ശേഷം ഭയങ്കര മാറ്റം. ഇന്നലെ പരസഹായമില്ലാതെ അദ്ദേഹം പറഞ്ഞു, എനിക്ക് കിടപ്പല്ലാതെ മാസങ്ങളായി കിടപ്പ. അദ്ദേഹത്തിൻ്റെ ശരീരത്തിനെ കണ്ടാലറിയാം, വളരെ വെളുത്ത നിറമായിരിക്കുക. കാരണം ശരീരത്തിൽ നിന്ന് രക്തം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. പക്ഷെ അദ്ദേഹം പറഞ്ഞു, അന്ന് തിങ്കളാഴ്ചയ്ക്ക് ശേഷം ഭയങ്കര വിടുതൽ. ഇപ്പൊ കിടക്കണമെന്നുള്ള സ്ഥിതി മാറി. അദ്ദേഹം എഴുന്നേറ്റ് നടക്കുന്നു. അദ്ദേഹം ഇന്നലെ എഴുന്നേറ്റ് ബസ് കയറി നേരെ തിരുവല്ലയിൽ വന്നു. അപ്പോൾ അതിനുള്ള ഒരു ആരോഗ്യം അദ്ദേഹം പറഞ്ഞ മാസങ്ങൾക്ക് ശേഷമാണ് അങ്ങനെ സംഭവിക്കുന്നത്. അദ്ദേഹം ചോദിച്ചൊരു ചോദ്യം, ഒരു പ്രെയർ ഷോള് എനിക്ക് തരുമോ? തീർച്ചയായിട്ടും പ്രെയർ ഷോൾ അദ്ദേഹത്തിന് നമ്മൾ ഇന്നലെ പ്രാർത്ഥിച്ച് കൊടുത്തുവിട്ടു. യേശുവിൻ്റെ അത്ഭുതകരമായ വിടുതൽ പ്രാർത്ഥന ഷോൾ, പ്രെയർ ഷോൾ പ്രേയിങ് കേരളയുടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. എല്ലാ ഭവനങ്ങളിലും, എല്ലാ വീടുകളിലും, ഓരോ വ്യക്തിക്കും ഇതുണ്ടാകണം ഞങ്ങൾ ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും 1,00,000 പ്രെയർ ഷോളുകൾ നമ്മൾ ഓർഡർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുക. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് സൗജന്യമായിട്ട് ഇത് ഓരോ വ്യക്തിയിലും എത്തണം. കാരണം യേശു നൽകുന്നത് എല്ലാം, യേശുവിൻ്റെ രക്തം, യേശുവിൻ്റെ പ്രാണൻ, യേശുവിൻ്റെ ശരീരം നമ്മുടെ നന്മയ്ക്ക് വേണ്ടി വിലയായി മുടക്കിയത് കൊണ്ട് പ്രേയിങ് കേരളയിൽ ഒന്നും തന്നെ നമ്മൾ വില വാങ്ങുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അങ്ങനെ സംഭവിച്ചാൽ പണമുള്ളവന് സൗഖ്യം കിട്ടും, ഇല്ലാത്തവന്റെ കാര്യമോ? യേശുവിൽ അങ്ങനെയില്ല. എല്ലാവരെയും ഒരുപോലെ യേശു കാണുന്നത് ഈ പകൽ. പക്ഷെങ്കിൽ അത് അങ്ങനെ സംഭവിക്കണമെങ്കിൽ മനസ്സുള്ളവർ ഹൃദയം നിറഞ്ഞ ഈ ശുശ്രൂഷയിൽ പങ്കാളികളാകുമ്പോൾ ഇതുപോലെ ഹൃദയം നിറഞ്ഞ്, നമ്മൾ പറഞ്ഞിട്ടല്ല, നമ്മൾ ആരോടും ടെലിഫോൺ ചെയ്ത് പണം തരാൻ പറഞ്ഞില്ല, ഇവിടെ വന്നവർ പ്രാർത്ഥിച്ചില്ല, ചെന്നൈയിലോ അല്ലെങ്കിൽ തിരുവല്ലയിലോ ഇരുന്ന് പ്രാർത്ഥിച്ചു. യേശു അവർക്ക് ആ ജോലി കൊടുത്തു. ആ നന്മയിൽ നിന്ന് അവർ സുവിശേഷത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി വിതയ്ക്കുമ്പോൾ ഈ പണം നമുക്ക് ഈ ശുശ്രൂഷ അനേകായിരങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാൻ 6 വർഷമായിട്ട് ശ്വാസം മുട്ടലിനാൽ വിഷമിക്കുന്ന മിസ്റ്റർ അപ്പുക്കുട്ടന് ഇപ്പോൾ അദ്ദേഹം ഓടി വന്ന് ആ സ്ക്രീനിലേക്ക് കരം വെച്ചിട്ട് അത്ഭുതകരമായ വിടുതൽ യേശു കർത്താവ് നൽകി തരും. കമോ, രണ്ട് കരങ്ങള് കമോ. രോഗത്താൽ വിഷമിക്കുക എത്ര വർഷങ്ങൾ പഴകിയ സ്ഥിതിയാകട്ടെ. ഞാൻ അടുത്ത ചില വിടുതലിന്റെ സാക്ഷികളോട് പിന്നീട് പറഞ്ഞുകൊള്ളാം. ഇപ്പോൾ ഒരു വലിയ വിടുതൽ കർത്താവ് താങ്കൾക്ക് നൽകി തരുവാൻ ആഗ്രഹിക്കുന്നു. ഈ ശുശ്രൂഷ താങ്കളിൽ എത്തിക്കുവാൻ ഇന്ന് ഞങ്ങളോടുകൂടൊപ്പം നിന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുമ്പോൾ, ഈ ശുശ്രൂഷയിൽ ഇപ്പോൾ ആയിരിക്കുന്ന പകൽ വരാൻ പോകുന്ന സഹോദരി സഹോദരന്മാരെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കും. ഇന്ന് പകൽ ആ വിഷയത്തിന്റെ മേൽ വിടുതല്, ആ രോഗികൾ ചേർന്ന് പ്രാർത്ഥിച്ചാട്ട് ഹോസ്പിറ്റലായിരിക്കുന്ന ആ പ്രിയപ്പെട്ട ജെയിംസിന് 100% സൗഖ്യം.
ശരീരം മുഴുവൻ പഴുപ്പ് ബാധിക്കുന്ന സ്ഥിതിയിൽ നിന്ന് തുള്ളിച്ചാടി നടന്ന് കേരളയുടെ ഈ സ്റ്റുഡിയോയിൽ വന്ന് യേശുവിനെ അദ്ദേഹം മഹിമപ്പെടുത്തും. ജാൻസി വിഷമിക്കാതെ യേശുവിൽ ആശ്രയിക്ക്. ഈ ജാൻസി ഞാൻ കണ്ടിട്ടില്ല, ക്രിസ്തുവിൽ ഞങ്ങൾ കാണുന്നു. എവിടെയിരുന്ന് തൊടുപുഴയിൽ നിന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ കമോ രണ്ട് കരങ്ങളും ഉയർത്തി ചേർന്ന് പ്രാർത്ഥിക്കുക. മെഡിക്കൽ കോളേജില്, ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാകട്ടെ, ഏത് ആശുപത്രികളിൽ വിഷമിക്കുന്ന രോഗികൾ, നമ്മളെ ആശ്രിത രോഗത്താൽ വിഷമിക്കുമ്പോൾ ഇപ്പോൾ ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ എന്ന് എന്റെ കർത്താവ്, യേശുവിന്റെ സ്വഭാവമാണ് അവിടുന്ന് വിടുതൽ നൽകുന്ന കർത്താവ്. ആ സൗഖ്യത്തെ ഇപ്പോൾ കർത്താവേ, കർത്താവേ, ഞങ്ങൾ ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പ്രത്യേകിച്ച് കർത്താവ് ഇപ്പോൾ ആ ശ്വാസം മുട്ടലിനാൽ ഭാരപ്പെടുന്ന സഹോദരന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ സൗഖ്യം അദ്ദേഹത്തിന് മേൽ ഇപ്പോൾ തന്നെ വെളിപ്പെടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അപ്പോൾ തന്നെ അനേകം കർത്താവ് ഹോസ്പിറ്റലിൽ അനേക കർത്താവ് ഈ ആരാധനയിൽ പങ്കെടുക്കുന്നുണ്ടല്ലോ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങനെ സൗഖ്യമാക്കുന്ന ശക്തി ഇപ്പോൾ തന്നെ ശരീരത്തിന് മേൽ വ്യാപരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കോട്ടയം മെഡിക്കൽ കോളേജിലായിരിക്കുന്ന ആ സഹോദരന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ, അങ്ങ് അത്ഭുത മന്ത്രിയാണ്, അങ്ങ് സൗഖ്യദാതാവാണ്. അങ്ങയുടെ സൗഖ്യത്തിൽ അദ്ദേഹത്തെ ഇപ്പോൾ തന്നെ നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും കർത്താവേ ദൈവിക സൗഖ്യത്താൽ നിറയപ്പെടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ഇന്നലെ തിരുവല്ലയിൽ വന്ന ഒരു മാന്യ സഹോദരൻ്റെ മിസ്റ്റർ തങ്കച്ചൻ, അദ്ദേഹത്തിൻ്റെ സ്ഥിതി എന്ന് പറയുന്നത് ബ്ലഡ് സർക്കുലേഷൻ തീരെ കുറഞ്ഞുപോയി. അപൂർവമായ ഒരു സ്ഥിതിവിശേഷം എന്നാണ് ഡോക്ടേഴ്സ് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത്. അപ്പോൾ ചെയ്യാവുന്നതെല്ലാം ചെയ്തു. തീരെ സൗഖ്യമില്ലാതെ മണിക്കൂറുകൾ എണ്ണി അദ്ദേഹം ഇങ്ങനെ നടക്കുന്ന വേളയിൽ ബ്രെയിൻ കെയറിനെ കുറിച്ച് ആരോ പറഞ്ഞു കൊടുത്തു. വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ ബ്രെയിൻ കേരള ഒരു മരുന്ന് വാങ്ങുന്ന പോലെ തന്നെയാണ് ബ്രെയിൻ കേരളയെ കുറിച്ച് അവർ അന്വേഷിച്ചത്. ഇപ്പൊ ടി വി വന്ന് മുഴുവൻ പരതിയിട്ട് ടി വിയിൽ ഹാർവസ്റ്റ് ബ്രെയിൻ കേരള കിട്ടുന്നില്ല. അപ്പൊ അതിനെക്കുറിച്ച് അന്വേഷിച്ചു. പുതിയ ചാനൽ കണക്ഷൻ എടുത്താൽ അത് കിട്ടുമെന്ന് മനസ്സിലായി. 1400 രൂപ കൊടുത്ത് അന്ന് തന്നെ അവർ കണക്ഷൻ എടുത്തു. പിറ്റേ ദിവസം രാവിലെ ഒരു ഭയങ്കര പ്രതീക്ഷയോടെ ഇതിൽ പ്രാർത്ഥിക്കാനായിട്ട് ഇങ്ങനെ കാത്തിരുന്നു. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, വളരെ അസ്വസ്ഥതയിൽ എന്തു ചെയ്യണമെന്നറിയാൻ കഴിയാതെ മാസങ്ങൾ വർഷങ്ങളായിട്ടുള്ള ചികിത്സ കടം കയറി ജപ്തി നോട്ടീസ് വന്നു. ആകെ 12 സെന്റ് സ്ഥലവും ഒരു വീടുമാണ് ഉള്ളത്. അപ്പൊ ആ വീട് ജപ്തി ചെയ്തു പോകുന്ന നോട്ടീസ് കയ്യില്. ടെൻഷന്, പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ, അവർക്കും വരുമാനമായിട്ടില്ല. ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പൊ നമുക്ക് ടെലിഫോൺ വന്നിട്ടുണ്ട്. അത് എടുത്തിട്ട് ഹലോ 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 ആ ഹലോ ഹലോ പറഞ്ഞാട്ട് കേക്കാം. ഹലോ, പ്രൈസ് ദി ലോർഡ് പാസ്റ്റർ. ഇത് എന്റെ പേര് എബ്രഹാം എന്നാണ്. ഹലോ, കേക്കാവോ? കേക്കാം കേക്കാം. എന്റെ പേര് എബ്രഹാം എന്നാണ്. ഞാൻ ഒരു മിസ്റ്റർ സഞ്ജയ് ഗോൾക്കോട്ട ITC കമ്പനിയിലെ ടോപ്പ് ഒഫീഷ്യലാണ്. പുള്ളി ഒരു ആക്സിഡന്റ് പെട്ടിട്ട് പുള്ളിക്ക് ചലനമൊന്നുമില്ല ദേഹത്ത്. ഹൈദരാബാദിലെ വീട്ടിലാണ്. പുള്ളി ഒരു 45 ദിവസം പുള്ളി ICUയിലും 42 ദിവസം വെന്റിലേറ്ററിലും 109 ദിവസം പുള്ളി ആശുപത്രി കിടക്കും. ചലനമൊന്നുമില്ല. പുള്ളിക്ക് വളരെ ബുദ്ധിമുട്ടി ആഹാരം കഴിക്കുന്നുണ്ട്. ദേ കമ്മിങ് ഫ്രം ഹിന്ദു ബാക്ക്ഗ്രൗണ്ട്. അവർക്ക് വേണ്ടി ഒന്ന് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാനാ. പുള്ളിക്കാരന്റെ പേര് സഞ്ജയ്. സഞ്ജയ്, ഓക്കെ. ഹൈദരാബാദിൽ എവിടെ ആയിട്ടാ അദ്ദേഹം? ആ കണക്ഷൻ പോയെന്ന് തോന്നുന്നു. ഞങ്ങൾ തിരിച്ച് വിളിച്ചെടുത്തുകൊള്ളാം. ഒരു യേശുവിന് ജാതിയില്ല, മതമില്ല, വർഗമില്ല. യേശുവിന് മനുഷ്യൻ മാത്രമാണ് ഉള്ളത്. സോ നമുക്കൊന്നിച്ച് സഞ്ജയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും ഹൈദരാബാദിൽ എവിടെയാണെങ്കിലും നമ്മുടെ സഹോദരങ്ങൾ അവിടെ പോയി പ്രാർത്ഥിക്കേണ്ട ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യും. തീർച്ചയായിട്ടും പൂർണ്ണ സൗഖ്യം ദൈവം ആ പ്രിയപ്പെട്ടവന് നൽകും. സിനുബ്രദനെ, അപ്പോൾ നമുക്കൊന്നിച്ച് ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, മറക്കാതെ. അപ്പോൾ ഇദ്ദേഹം എന്താ ചെയ്തെന്ന് വെച്ചാൽ രാവിലെ ആയപ്പം ഭയങ്കര പ്രതീക്ഷയോടെ ഹാർവസ്റ്റ് ടെലിവിഷൻ അവർ ട്യൂൺ ചെയ്ത് അപ്പോൾ ഉണ്ട് ബ്രെയിൻ കേരള കടന്നു വരുന്നു. ആ സന്ദർഭത്തിൽ നമ്മൾ രോഗികൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. പ്രത്യേകിച്ച് എടുത്ത് ഓരോരോ രോഗങ്ങൾക്ക് വേണ്ടി പറഞ്ഞ് പ്രാർത്ഥിക്കാറില്ല. ചില സന്ദർഭങ്ങൾ നമ്മളങ്ങനെ ചെയ്തിട്ടുണ്ട്. അന്നേരം ഹൃദ്രോഗികൾക്ക് വേണ്ടി വിശേഷിച്ച് പ്രാർത്ഥിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാനൊരു ഹൃദ്രോഗിയാണ്. അടുത്ത വാചകം കേട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷയാണ്. അപ്പോൾ കർത്താവിനോട് അദ്ദേഹം പറഞ്ഞു, യേശുവേ എനിക്ക് സൗഖ്യം നൽകണം. എൻ്റെ സിനുബ്രദറെ സംഭവിച്ചതെന്നറിയാമോ? അദ്ദേഹം എഴുതിയേക്കുന്നത് ഹാർട്ടിൻ്റെ പ്രോബ്ലം മാറി. അദ്ദേഹത്തെ കണ്ടപ്പോൾ ഞാൻ ഓർത്തൊരു 45-46 വയസ്സ് പ്രായം കാണും. എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന റിട്ടയർഡ്. അപ്പം ഞാൻ പറഞ്ഞു, ദൈവമേ അങ്ങനെ ഒരു പ്രായം തോന്നത്തില്ല. റിട്ടയർഡ് കഷ്ടിച്ചൊരു 45-48 വയസ്സിൽ താഴെ
പ്രായം തോന്നത്തുള്ളൂ. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന്റെ മുഖം തന്നെ അങ്ങ് മാറി. യേശു കൊടുക്കുന്ന സൗഖ്യത്തിന്റെ പ്രത്യേകത, താങ്കളുടെ ജീവിതത്തിൽ ഇന്ന് ഇതിനേക്കാൾ വലിയൊരു അത്ഭുതം എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ച അതേ യേശു താങ്കൾക്ക് വേണ്ടി ഇന്ന് പ്രവർത്തിക്കുവാൻ വിശ്വസ്തൻ തന്നെ. അത് മാത്രമല്ല, വീടിന്റെ ജപ്തി മാറി. ഹല്ലേലൂയ. ഇത് ആ വസ്തുവിന്റെ ആധാരത്തിന്റെ കോപ്പിയ ഇത് ആരുടെയോ കയ്യിലിരിക്കുകയായിരുന്നു. യേശു ചെയ്ത വിടുതൽ അത് നമ്മളെ കാണിക്കും. നമ്മളോട് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല, നമ്മളെ കാണിക്കാൻ കോപ്പി കൊണ്ടു തന്നതാ. കമോ, ഈ യേശു അത്ഭുത മന്ത്രി, ഈ യേശു അത്ഭുത മന്ത്രി. കമോൺ, പറഞ്ഞാൽ മനസ്സിലാകത്തില്ല, പറഞ്ഞാൽ എനിക്കും അത് മനസ്സിലാകത്തില്ല. കണ്ടു വിശ്വസിക്കുക. ജപ്തി മാറി. ആയിരക്കണക്കിന് ആളുകൾ ജപ്തി എന്ന് പറഞ്ഞ് പ്രൈം കെയറിൽ 1-ാം ദിവസം മുതൽ വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. കർത്താവിന്റെ നാമ മഹത്വത്തിന് ഞാൻ ഇങ്ങനെ പറയട്ടെ, ഒരു കുഞ്ഞിന്റെ വീട്ടിൽ ജപ്തി നടന്നിട്ടില്ല. പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ച ജപ്തി എന്ന് പറഞ്ഞ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ച് കരഞ്ഞിട്ടുള്ള 10,000 കണക്കിന് ആളുകളുടെ വിവരങ്ങൾ ഞങ്ങളുടെ പക്കൽ തെളിവുകളായിട്ടുണ്ട്. യേശുവിന്റെ മഹത്വത്തിന് ഞാൻ ഇങ്ങനെ പറയട്ടെ, ഒരെണ്ണത്തിന്റെ പോലും ജപ്തി നടന്നിട്ടില്ല. അവർ ആത്മഹത്യ ചെയ്തിട്ടുമില്ല. അവർ യേശുവിൽ സമർത്ഥമായി ജീവിക്കുന്നു. യേശു അത്ഭുത മന്ത്രി. Come on, be glorified in this temple. ഇന്നലെ തിരുവല്ലയിൽ വന്ന 40ാമത്തെ വ്യക്തി, അദ്ദേഹത്തിന്റെ പേര് മിസ്റ്റർ സ്റ്റീഫൻ. റാന്നിയിൽ നിന്ന് അദ്ദേഹം ഇവിടെ കടന്നു വന്നത്. അദ്ദേഹത്തിനും ഇതുപോലെ തന്നെ ബ്രെയിൻ കെയറിനെ കുറിച്ച് അറിയത്തില്ലായിരുന്നു. ആരോ തനിങ്ങനെ ടെൻഷൻ കയറി 37 ലക്ഷം രൂപ കടം. കുറെ പണം ഇങ്ങോട്ട് കിട്ടാനുണ്ട്, പക്ഷെ കടം കൊടുക്കാനുള്ളത്. വളരെയധികമായി വിഷമിക്കുന്ന ബിസിനസ് ചെയ്യുകയായിരുന്നു. എങ്ങനെ ഈ നഷ്ടം വന്നു എന്നുള്ളത് അദ്ദേഹത്തിനും അറിയത്തില്ല. വളരെ അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ അറിയാം, വെറുതെ പണം കളയുന്ന ഒരു വ്യക്തിയല്ല, വളരെ ക്രമീകൃതമായ ഒരു ജീവിതമുള്ള ഒരു മനുഷ്യന്. പക്ഷെ നഷ്ടം വന്നുപോയി. 37 ലക്ഷം രൂപ. ഉറക്കമില്ല, അസ്വസ്ഥതകളിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു, അവരുടെ കാര്യം പോലും നോക്കാനുള്ളതായ സിറ്റുവേഷനിലല്ല അവർ പൊക്കോണ്ടിരിക്കുന്നത്. ആ സന്ദർഭത്തിൽ ആരോ ബ്രെയിൻ കെയറിനെ കുറിച്ച് പറഞ്ഞ് വീട്ടിൽ ചെന്ന് നോക്കിയപ്പോൾ RSTV കിട്ടുന്നില്ല. അവരോടനെ വിളിച്ച് സംവിധാനങ്ങൾ ഉണ്ടാക്കി 1400 രൂപ കൊടുത്ത് അവർ സെറ്റ് ബോക്സ് ഒക്കെ വാങ്ങിച്ചു വെച്ച് ബ്രെയിൻ കെയറിൽ ചേർന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. 3 മാസത്തിന് മുമ്പ് തിരുവല്ലയിൽ നടന്ന ബ്രെയിൻ കെയറിന്റെ മീറ്റിങ്ങിന് കടന്നു വന്നു. അപ്പൊ ഇന്നലെ അദ്ദേഹം എന്നോട് പറഞ്ഞ വാചകം, 37 ലക്ഷം രൂപ കടം മാറിയിട്ടില്ല. പക്ഷേ അന്ന് വരെ 3 മാസം മുമ്പ് ബ്രെയിൻ കെയറിന്റെ തിരുവല്ലയിലെ മീറ്റിങ്ങിന് വരുന്നത് വരെ ഉറക്കമില്ലായിരുന്നു, ടെൻഷനാണ്. ഇത് കൊടുത്തു തീർക്കാൻ പറ്റാത്തത് കൊണ്ട് ഭയങ്കരമായ പ്രയാസവും പീഡയും അനുഭവിച്ചുകൊണ്ട്. പക്ഷെ അന്ന് മുതൽ അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഇന്നലെ എന്നോട് പറഞ്ഞത്, വലിയ സമാധാനമാണ്. 2 സമാധാനത്തിന് കാരണം യേശു ഇതിനകത്ത് അത്ഭുതം പ്രവർത്തിക്കുമെന്നുള്ള ഒരു ഉറപ്പ്. ഞാൻ ഇങ്ങനെ ഓർമ്മപ്പെടുത്തട്ടെ. ഈ മകനെ പോലുള്ള ആളുകൾ മരുന്നിന് വെക്കുന്ന പണം ആളുകൾ ബ്രെയിൻ കെയറിൽ തരുന്നു. ഓരോ രൂപ 2 രൂപ എന്നെ പെട്ടിക്കകത്ത് ഇട്ടിട്ട് ബ്രെയിൻ കെയറിൽ തിരിച്ച് നമ്മൾ ആരും ഇത് പറഞ്ഞിട്ടല്ല. ബ്രെയിൻ കെയർ ലോകത്തിന്റെ ഒരു രാജ്യത്തു നിന്നും ഇന്ന് വരെ ഞാനോ വേറെ ആരുമോ പോയി 1 രൂപ പോലും ഫണ്ട് റേസ് ചെയ്തിട്ടില്ല. നാളെ ചെയ്യത്തില്ലെന്ന് നമ്മൾ അവകാശപ്പെടുന്നു, പക്ഷെ നമ്മൾ ചെയ്തിട്ടില്ല. പരിശുദ്ധാത്മാവിൽ ഈ സഹോദരൻ ആയിത്തീരാവുന്ന സ്ഥാനത്ത് അദ്ദേഹത്തെ വിടുവിക്കുന്ന യേശുവിനെ കുറിച്ചുള്ള ഉറപ്പ് അദ്ദേഹത്തിന് ലഭിച്ചത് ബ്രെയിൻ കെയറിലൂടെ ആണെങ്കിൽ മാത്രമല്ല, അദ്ദേഹത്തിന്റെ സിസ്റ്ററിന്റെ മകന് പല വർഷങ്ങൾ ശ്രമിച്ചിട്ട് ഒരു വിസ ലഭിക്കാതെ വിഷമിക്കാൻ അന്ന് അദ്ദേഹം വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി. അടുത്ത ദിവസങ്ങൾ തന്നെ വിസ ലഭിച്ചു. യേശു അത്ഭുത മന്ത്രി, യേശു വീരനായ ദൈവം, യേശു സമാധാന പ്രഭു. ഇന്ന് പകൽ കടഭാരങ്ങള് വിഷമിക്കുന്നവർ, വീട് വെക്കാനായിട്ട് നിവൃത്തിയില്ല, മക്കളെ കെട്ടിച്ചയക്കാൻ നിവൃത്തിയില്ല. ഇന്നലെ ഒരു മാതാവ് എന്ന് പറഞ്ഞത്, മക്കൾ നല്ല ഉയർന്ന കോഴ്സുകൾ ചെയ്തുകൊണ്ടിരിക്കുക, ഫീസ് കൊടുക്കാനായിട്ട് നിവൃത്തിയില്ലാതെ വിഷമിക്കുന്നു. കടവും പ്രയാസങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന, ബിസിനസ്സിൽ കടം കയറി നഷ്ടങ്ങൾ വന്ന് ആകെ പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവർ, വിദേശത്തേക്ക് ജോലിക്ക് വേണ്ടി മൈഗ്രേറ്റ് ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർ, അവർക്ക് വേണ്ടി നമ്മൾ ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ പോയി. ബ്രദറെ, അത്ഭുതകരമായ വിടുതൽ അവർക്കുണ്ടാകെ നമ്മൾ പ്രാർത്ഥിക്കാൻ പോയി. അപ്പോൾ തന്നെ തൊട്ട് മുൻപായിട്ട് ഇപ്പോൾ നേരിട്ടെടുക്കുന്ന ഒരു കോൾ എടുത്തതിന് ശേഷം, ഹലോ
പാസേ പറഞ്ഞാട്ടെ. ഹലോ. പാസേ, എന്റെ മോളാണെങ്കിൽ എന്റെ മോളെ പേര് അജിതയ. എന്റെ മോളെ പേര് അജിതയ. 3 ദിവസമായി പാസേ വീട്ടിൽ നിന്ന് പോയിട്ട് എവിടെയൊന്നും അറിയില്ല. ഞാൻ ഇന്നലെ സ്ഥിരം എല്ലായിടത്തും മെഡിക്കൽ കോളേജിൽ മൊത്തവും നോക്കി പാസേ, എവിടെയൊന്നും പിടിയില്ല പാസേ. നോക്കി നടന്നിട്ട് കാണാനില്ല. തിരിച്ചു വരുവാൻ പ്രാർത്ഥിക്കണേ. മകൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. അതാണ് വിവരം. ഞങ്ങൾ തീർച്ചയായിട്ടും പ്രേം കേരളയിൽ ദൈവം തന്ന ഓരോ അവസരങ്ങൾ ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇതിൽ കരയുന്ന ഒരു കോളായിരിക്കുമെന്ന് ഒരിക്കലും ചിന്തിച്ചില്ല. മകൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ആ അമ്മയാണ് കരയുന്നത്. കുടുംബാംഗങ്ങളെ നമുക്കൊന്നിച്ച് പറ്റുന്നവരൊക്കെ അവിടെ നിന്ന് എഴുന്നേറ്റ് നിന്ന് യേശുവോടുള്ള നമ്മുടെ സമർപ്പണത്തിൻ്റെയും പ്രാർത്ഥിച്ചാൽ മറുപടി ഉണ്ട് എന്നതിൻ്റെ ഉറപ്പിൻ്റെയും അടയാളമായി ഒന്ന് എഴുന്നേറ്റ് നിന്ന് ആ കരങ്ങളെ ഒന്ന് ഉയർത്തി ആ വിലപിക്കുന്ന അമ്മയുടെ ശബ്ദം നമ്മൾ കേട്ടു. നമുക്കൊന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ തന്നെ കടം, വിദേശത്തേക്ക് പോകുവാൻ, ഉയർന്ന ജോലി ലഭിക്കേണ്ടതിന്, വരുമാനത്തിലൊരു വർധനവുണ്ടാകേണ്ടതിന് ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. പല വഴികൾ ശ്രമിച്ചിട്ടും രക്ഷപ്പെടാതിരിക്കുന്നവരുണ്ട്. നമുക്ക് അവർക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സിൻബ്രത് പ്രാർത്ഥിക്കാൻ പോകുക. ആ മകൾ ഭവനത്തിൽ തിരികെ വരട്ടെ. കർത്താവെ, പ്രേം കേരള കുടുംബാംഗങ്ങളാണെന്ന് ഞങ്ങൾ ഒന്നിച്ചു ചേർന്ന് ആ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവൾ എവിടെയാണെങ്കിലും കർത്താവെ നീ അവളെ തിരികെ കൊണ്ടുവരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അപകടങ്ങൾ ആപത്തുകളിൽ നീ അവളെ വിടുവിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആ മാതാവിനെ കണ്ണുനീരിനെ നീ കണ്ട് കർത്താവെ, ഹാലലെ പ്രേം കർത്താവ്, ഞങ്ങളുടെ പ്രാർത്ഥനകളെ അങ്ങ് കേട്ട് കർത്താവ് ഇതിനകത്ത് അങ്ങ് പ്രവർത്തിക്കാൻ പോകുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, ആ കുടുംബത്തിന് ദൈവിക സമാധാനം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ കടഭാരത്താൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി, പ്രയാസം അനുഭവിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവെ, അങ്ങയുടെ നാമത്തിൽ കർത്താവെ ഒരു വിടുതൽ അവിടെ സംഭവിക്കുമാറാകട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ജപ്തി വക്കിൽ കർത്താവ് വന്നിരിക്കുന്ന കുടുംബങ്ങളുണ്ട്. കർത്താവെ, ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. യേശുവെ, അത്ഭുത മന്ത്രിയായവനെ അങ്ങയുടെ പ്രവൃത്തി അവരുടെ ജീവിതത്തിൽ വെളിപ്പെടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായ ബുദ്ധിമുട്ടുന്നവരുണ്ട്. കർത്താവെ, കടം കൊടുത്തിട്ട് തിരികെ ലഭിക്കേണ്ടവരുണ്ട്. കർത്താവെ, കടം വാങ്ങിയത് തിരികെ കൊടുക്കാൻ സാധിക്കാത്തവരുണ്ട്. ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അത്ഭുത വഴി അവർക്ക് വേണ്ടി തുറക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിൽ പിതാവേ. ചെങ്ങന്നൂരിൽ ബിന്ദു അറിയിച്ചിരിക്കുന്നത് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകന് വല്ലാത്ത തലവേദന ഭാരപ്പെടുന്നു. ദൈവിക സൗഖ്യം മകനുണ്ടാകട്ടെ പ്രാർത്ഥിക്കണമെന്ന് അറിയിച്ചിരിക്കുന്നു. അജിത്തെ തിരുവനന്തപുരത്ത് മറിയാമ്മ എന്നൊരു സഹോദരി നമ്മളെ വിളിച്ച് പറഞ്ഞിരിക്കുന്ന സഹോദരന്റെ മരുമകൾ ക്യാൻസർ മൂലം വെല്ലൂർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. വളരെ സീരിയസ് ആണ്. പ്രത്യേകം പ്രാർത്ഥനയ്ക്കായി അപേക്ഷിച്ചിരിക്കുന്നു. മസ്കറ്റിൽ നിന്ന് അന്വേഷിച്ച് അറിയിച്ചിരിക്കുന്നു. മകന്റെ പനി മാറുന്നില്ല, പ്രാർത്ഥിക്കണമെന്ന് അറിയിച്ചിരിക്കുന്നു. മകൻ ജുബിന് ജോബ് വിസ ലഭിക്കണം. മരുമകൾ USA-ലാണ്. MDക്ക് അഡ്മിഷൻ കിട്ടുവാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. കഞ്ഞിക്കുഴിയിൽ നിന്നും ലാലി എന്നൊരു സഹോദരിയാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. കുമ്പനാട് നിന്ന് ശാന്തമ അറിയിച്ചിരിക്കുന്ന മകന് നെഞ്ചുവേദന. മകന്റെ പേര് സിജിലാണ്. മകന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അറിയിച്ചിരിക്കുന്നു. മകന്റെ കുടുംബത്തിന്റെ അനുഗ്രഹത്തിനായി പ്രത്യേകം പ്രാർത്ഥിക്കണം. ചെങ്ങന്നൂരിൽ മറിയാമ്മ എന്നൊരു സഹോദരി വിളിച്ചിരിക്കുന്നു. അപ്പോൾ തന്നെ മറിയാമ്മയ്ക്ക് കണ്ണിന് അസുഖമുണ്ട്. ദൈവിക സൗഖ്യം അനുഭവിക്കേണ്ടതിനായി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. അനേക ജീവിതങ്ങളിൽ അവരുടെ വേദനകൾ നമ്മുടെ പ്രേംകരളെ വിളിച്ച് അറിയിച്ചുകൊണ്ടിരിക്കുന്ന ദൈവിക സൗഖ്യം ആ ജീവിതങ്ങൾക്ക് ഉണ്ടാവുന്നതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇപ്പോൾ പ്രേംകരള കുടുംബങ്ങളിലെല്ലാം അവരായിരിക്കുന്ന ആ ഇരിപ്പിടങ്ങൾ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അനേകായിരം ജീവിതങ്ങൾ നമ്മൾ കണ്ടിട്ടില്ലാത്ത വ്യക്തികൾ, അവരുടെ ഹൃദയവേദനകളാണ് നമ്മുടെ മുമ്പാകെ അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ യേശുവിന് അവരെ തൊട്ട് സൗഖ്യപ്പെടുത്തുവാൻ, അവർക്ക് വേണ്ട മറുപടി നൽകുവാൻ കഴിയും. തീർച്ചയായിട്ടും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, അങ്ങയുടെ മഹത്വപൂർണ്ണമായ കരം വെച്ച് ഈ ജീവിതങ്ങൾക്ക് വേണ്ട ദൈവിക സൗഖ്യത്തെ നീ പകരുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്ക് വേണ്ടി വിടുതലിനെ നീ പ്രദാനം ചെയ്താട്ടെ. യേശുവിന്റെ നാമത്തിൽ തികഞ്ഞ ദൈവിക വിടുതൽ ഓരോ ജീവിത അനുഭവം ഇടയാണെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ. നിങ്ങൾ രണ്ടുപേരും വന്നില്ല, പക്ഷെ ഭയങ്കര യേശു ജീവിതങ്ങളെ സ്പർശിക്കുന്നത്, വിടുവിക്കുന്നത്, അവരുടെ സാക്ഷ്യങ്ങൾ, കുടുംബാംഗങ്ങൾ തമ്മിൽ എനിക്കൊന്നൊരു 150 വർഷം പിറകിൽ നമ്മൾ എല്ലാവരും ഒന്നിച്ച് ഒരു വീട്ടിൽ പാർക്കുന്ന ഒരു അപ്പൻ്റെ അമ്മയുടെ മക്കൾ
ആ ഒരു പ്രതീതിയില്ല. കുടുംബാംഗങ്ങൾ തമ്മിൽ പ്രൈം കേരളയിലെ ആളുകൾ സംസാരിക്കുന്നത് യേശു അവരെ വിടുവിക്കുന്നതും പലരും പറയുന്നത് പ്രൈം കേരളയിലൂടെ യേശു എന്നെ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ, സ്പർശിച്ചില്ലായിരുന്നെങ്കിൽ ബ്രദറെ ഇന്ന് ഞാൻ താങ്കളുടെ മുമ്പിൽ ഇരിക്കാൻ ഇവിടെ കാണുകയില്ലായിരുന്നു, ലോകത്തിൽ കാണുകയില്ലായിരുന്നു. നമുക്ക് അത് തന്നെയല്ല സാക്ഷ്യമുള്ളതോ? യേശു നമ്മെ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ നമ്മുടെയൊക്കെ ജീവിത സാഹചര്യങ്ങൾ നമ്മൾ എവിടെ എന്തൊക്കെ ആകുമായിരുന്നു? യെശയ്യാ പ്രവചനം 43-ാം അധ്യായത്തിന്റെ 18ഉം 19ഉം വാക്യങ്ങൾ നമുക്ക് വായിക്കാം. മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അത് ഇപ്പോൾ ഉത്ഭവിക്കും. Book of Isaiah chapter 43 verse 18 and 19. Do not remember the former things, nor consider the things of old. Behold, I will do a new thing. Now it shall spring forth. Shall you not know it? I will even make a road in the wilderness and rivers in the desert. നമ്മുടെ ഭൂമിയിൽ ഒരു വഴിയും നിർജ്ജനമായ നദികളും ഉണ്ടാകും. കർത്താവ് പറയുന്നത് ഇന്ന് പകൽ പ്രൈം കേരള കുടുംബാംഗങ്ങളോട് പഴയതിനെ ഓർക്കണ്ട, പഴയതിനെ ഓർക്കണ്ട. ലോകത്തിൽ എവിടെ പോയാലും ഞാൻ ഉൾപ്പെടെ എല്ലാവരുടെയും ഇന്ന് നമ്മൾ ജീവിക്കുന്നത് ഇന്നലത്തെ ഓർമ്മകളിലാണ്. ഇന്നലകളിൽ സംഭവിച്ച ദുരിതങ്ങൾ, ഇന്നലകളിൽ മറ്റുള്ളവർ എനിക്ക് വിരോധമായി പ്രവർത്തിച്ച പ്രവർത്തികൾ, അതിന്റെ എല്ലാം വേദനകൾ, തിക്തമായ അനുഭവങ്ങൾ. അപ്പം അതിങ്ങനെ വർഷങ്ങളായിട്ട് അകത്ത് കുമിഞ്ഞു കൂടിയത് മുഴുവൻ വഹിച്ചുകൊണ്ട് നടക്കുന്നത് കൊണ്ട് ഇന്ന് നമ്മുടെ ജീവിതം ഭയങ്കര നിരാശയുടെ ആഴങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിയല്ലേ? എവിടെ പോയാലും ഓരോ ബാഗുകള്, ഇഷ്ടംപോലെ ബാഗുകളുമായിട്ടാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്. ആ ബാഗുകള് എവിടെ പോയാലും, രാത്രിയിൽ ഉറങ്ങാൻ കിടന്നാലും ഈ ഭാരം. അവിടെ വായിക്കുന്നത് പണ്ടുള്ളവയെ നിങ്ങൾ ഓർക്കണ്ട, മുമ്പുള്ളവയെ നിരൂപിക്കുകയും വേണ്ട, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. ഇത് സിനു ബ്രദർ 25 വർഷം മുമ്പ് എനിക്ക് വിരോധമായി ചെയ്ത പ്രവൃത്തിയുടെ എന്റെ ഉള്ളിലുള്ള കയ്പ്. സിനു ബ്രദർ ഗൾഫിൽ പോയി രക്ഷപ്പെട്ടു. പക്ഷെ ഞാൻ ഇപ്പോഴും കയ്പ് വഹിച്ചുകൊണ്ടിരിക്കുക. ഇത് സണ്ണിച്ചായന് എനിക്ക് വിരോധമായി സംസാരിച്ച സംസാരത്തിന്റെ മുറിവ്, അത് 12 വർഷം പിറകിൽ നടന്നതാ. സണ്ണിച്ചാൻ പോയി രക്ഷപ്പെട്ടു, ഞാൻ ഇപ്പോഴും അത് ഉള്ളിൽ കരുതിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇത് മുഴുവൻ തോളെ കെട്ടിയിട്ട് ഉറങ്ങാൻ കിടന്നാലും മരുന്ന് കഴിച്ചാലും ഞാൻ ഉറങ്ങത്തില്ല. കാരണം ഇത് മുഴുവൻ എന്നെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുക. ഞാൻ കണ്ണടയ്ക്കാൻ ശ്രമിച്ചാലും പഴയ ഓർമ്മകൾ ഇന്ന് ഇത് വ്യക്തമായി കാണിച്ചു തരുന്നത് നമ്മിൽ പലരുടെയും സ്ഥിതി ഇത് തന്നെയാ. താങ്കളുടെ സ്ഥിതി ഇത് തന്നെയല്ലേ? ദൈവത്തിന്റെ വചനം പ്രൈം കേരള കുടുംബാംഗങ്ങളോട് ഈ പകൽ സംസാരിക്കുന്നത് പണ്ടുള്ളവയെ ഓർക്കണ്ട. അങ്ങനെ പറയാൻ കാരണം ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അത് ഇപ്പോൾ ഉത്ഭവിക്കും. പ്രൈം കേരളയിൽ കുടുംബാംഗങ്ങളോട് ഇന്ന് പകൽ ഓർമ്മപ്പെടുത്തട്ടെ, പണ്ടുള്ളവയെ ഓർക്കണ്ട. സിനു ബ്രദർ എനിക്ക് ചെയ്ത ദോഷം, ഇന്നാര് ചെയ്ത ദോഷം, അവർ ചെയ്ത പ്രവർത്തികൾ ഇവ ഓർക്കണ്ട. ഇന്നലത്തെ പരാജയത്തിന്റെ തകർച്ച വഹിച്ചുകൊണ്ട് നടക്കണ്ട. പഴയത് ഓർക്കണ്ട, പുതിയത് ചെയ്യുന്ന യേശു. കുറ്റബോധം നമ്മളെ, അത് മാത്രമല്ല റിസെന്റ്മെന്റ് നമ്മൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും ചെയ്യേണ്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. വൈമനസ്യത്തോടെ ഒരാൾക്ക് ഭർത്താവിന് ചായ എടുത്തു കൊടുക്കുന്നു, ഗതികേട് വന്നു കയറിയല്ലോ എന്ന് പറഞ്ഞ് ചായ എടുത്തു കൊടുക്കേണ്ട സ്ഥിതി വിഷയം റിസെന്റ്മെന്റ്. ഈ പകൽ എന്റെ യേശു പറയുന്നത് പഴയത് വേണ്ട, പഴയത് വേണ്ട. ആ വാക്യം ഒരിക്കൽ കൂടെ 18ാമത്തെ വാക്യം, മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. അടുത്ത ദിവസങ്ങൾ ഇതിന്റെ കുറച്ചുകൂടെ വിശദാംശങ്ങൾ ഞങ്ങൾ പ്രൈം കേരളയിലൂടെ അത് ദൈവജനത്തെ കുടുംബാംഗങ്ങളെ അറിയിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ പകൽ ഹൃദയത്തിന്റെ മുറിവുകളുമായിട്ട് വിഷമിക്കുന്ന ജീവിതങ്ങളോട് എന്റെ യേശുവിന്റെ ഉറപ്പ് 19ാമത്തെ വാക്യം, Behold, I will do a new thing. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അത് ഇപ്പോൾ ഉത്ഭവിക്കും. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ സന്നിച്ച ഞാൻ തീരുമാനിക്കുന്നത് ഇന്ന് എന്റെ ലോഡ് മുഴുവൻ ഇറക്കി വെച്ച് എന്റെ ശരീരത്തിൽ നിന്ന് പോയി
ഇന്ന് മുതൽ യേശു എനിക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന ആ പുതിയ കാര്യങ്ങളെ കുറിച്ച് ഞാൻ പ്രതീക്ഷയുള്ളവനായി, ഞാൻ വിശ്വാസമുള്ളവനായി ഞാൻ മുൻപോട്ട് തന്നെ നോക്കി യാത്ര ചെയ്യും. ഇന്നലത്തെ വിഷമങ്ങൾ എന്നെ ഇന്ന് വേദനിപ്പിക്കുന്നുണ്ട്. എനിക്ക് ഇന്ന് ഞാൻ ഭയങ്കരമായിട്ട് തളർന്നു പോകും. അതുകൊണ്ട് എനിക്ക് ഭാവിയെക്കുറിച്ച് ഇന്നത്തെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല. ഇന്നത്തെ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട്, നിയന്ത്രിക്കാൻ പറ്റാത്തത് കൊണ്ട് നാളെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. ഇതുപോലെ തന്നെ ഒരു വചനം 55 സങ്കീർത്തനം 55:22 നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തിക്കൊള്ളും. ഇതുപോലെ തന്നെ ഒരു സിറ്റുവേഷനിൽ കൂടെ ഞാൻ പോയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഒരു സിറ്റുവേഷൻ ഭയങ്കര ഒരു രക്ഷയില്ല. എന്നാ ചെയ്യുമെന്ന് അറിയാൻ പറ്റില്ല. പെട്ടെന്ന് ഈ വചനം എൻ്റെ കയ്യിൽ തോന്നും, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. അവൻ നീതിമാൻ കുലുങ്ങിപ്പോകാൻ ഒരു നാളും സമ്മതിക്കുന്നു, ഒരു നാളും. ബൈബിൾ വ്യക്തമാക്കുന്നു, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ഈ പകൽ. ഞാൻ സഹോദരി താങ്കളെ കുറിച്ച് സംസാരിക്കും, സഹോദരൻ താങ്കളെ കുറിച്ച് സംസാരിക്കും. ആ കുടുംബനാഥനോട് ഞാൻ സംസാരിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ ഇന്ന് തീർക്കേണ്ടതായിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ താങ്കളോട് സംസാരിക്കുന്നത് യേശു അത്ഭുതങ്ങളുടെ കർത്താവാണ്. രണ്ട് കരങ്ങൾ ഉയർത്തി ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുക. അത്ഭുതകരമായ വിടുതൽ ഈ പകൽ താങ്കളുടെ ജീവിതത്തിലേക്ക് തരുവാൻ യേശു ആഗ്രഹിക്കുമ്പോൾ സിനിമകൾ ചേർന്ന് പ്രാർത്ഥിച്ചാണ്. കർത്താവേ, ഇപ്പോൾ ഞങ്ങൾ ഈ ആരാധന പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പണ്ടുള്ള വേദനകൾ, നേരത്തെ വന്ന മുറിവുകൾ, അതിന്റെ ഭാരത്തിലായിരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ നാമത്തിൽ അവരുടെ മേൽ സൗഖ്യമുണ്ടാകട്ടെ. അങ്ങയുടെ പ്രവൃത്തി ഇപ്പോൾ തന്നെ അവരുടെ മേൽ വെളിപ്പെടട്ടെ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഓരോരുത്തരെയും അങ്ങ് കരങ്ങളിൽ എടുത്ത് ഉപയോഗിച്ചാട്ടെ, ഉയർത്തിയാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ പിതാവേ. ഒരുപാട് പ്രിയപ്പെട്ടവരുടെ കേരള കുടുംബാംഗങ്ങളുടെ ബർത്ത്ഡേസും വെഡിങ് ആനിവേഴ്സറീസും ഉണ്ട്. അതിൽ പ്രത്യേകിച്ച് നമ്മുടെ പ്രിയ മകൾ മേഘയുടെ ബർത്ത്ഡേ കൂടെയാണ്. ആൻഡ് ഹാപ്പി ബർത്ത്ഡേ ടു യു ആൻഡ് many more years of God's blessings be upon you, beloved. ഈ മകളുടെ മേൽ ധാരാളം ദൈവിക നന്മകൾ ധാരാളം വർഷങ്ങൾ അവളിൽ നിറഞ്ഞു നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈം കേരളയ്ക്ക് എന്നും അഭിമാനമായി തുടക്കം മുതൽ കുഞ്ഞ് രാവിലെ എഴുന്നേറ്റ് വന്ന് അവൾ വീട്ടിൽ മറ്റുള്ളവർ എഴുന്നേൽക്കുന്നതിന് മുമ്പ് എഴുന്നേറ്റ് പ്രാർത്ഥനയോടെ രാവിലെ ഈ ആരാധനയിൽ പങ്കെടുക്കുന്നത്, അവളുടെ സുഹൃത്തുക്കളോട് കൂടെ പഠിക്കുന്നവരോട് പ്രൈം കേരളയെക്കുറിച്ച് പറയുന്നു. അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അവൾ എഴുതി വാങ്ങിച്ചുകൊണ്ട് നല്ല അവരോട് വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അവരുടെ വിടുതലുകൾ കാണാൻ കുട്ടികൾ മാത്രമല്ല, ടീച്ചേഴ്സ് അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ മേഘയുടെ കൊടുത്തു വിടുന്നു. Thank you, congratulations and God's blessings and the best be upon you, beloved. മേഘയുടെ ബർത്ത്ഡേ ആണ്. റെജി സാമുവൽ, മോസസ് കുമാർ, എമിൽ എബ്രഹാം, നോബി മാത്യു, തോമസ് മാത്യു മുതലായവരുടെ ബർത്ത്ഡേസ് ആണ് ഇന്ന് ഫേസ്ബുക്ക് പേജിലൂടെ. ജൂഡി ടീച്ചർ അറിയിക്കുന്ന മകൾ ജോവാന്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. സുബി 35 വയസ്സ്, സുമി 34 വയസ്സ്. സുമിയുടെ മകൻ ആരന്റെ 8th ബർത്ത്ഡേ ആണ്. ആലിസ് ആണ് തിരുവനന്തപുരം അറിയിക്കുന്നത്. ലേഖ അറിയിച്ചിരിക്കുന്നത് ഇന്ന് അവരുടെ 7ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ്. കാരലിന്റെ ബർത്ത്ഡേ ആണ്. കവടിയാറിൽ നിന്ന് ഇന്ദിരയാണ് അറിയിക്കുന്നത്. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കണം. നമ്മുടെ ലിസി ആൻഡ് ജോയ് ബ്രദർ അവരുടെ 22ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ്. പത്തനംതിട്ട ലിജി അറിയിച്ചിരിക്കുന്ന അവരുടെ 6ാമത്തെ വെഡിങ് ആനിവേഴ്സറി. കൊല്ലത്തുനിന്ന് ബെന്നി അറിയിച്ചിരിക്കുന്നത് മകന്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. അനേകർ ബർത്ത്ഡേ ആണ്. നമുക്ക് ഇന്ന് എല്ലാവരുടെയും ബർത്ത്ഡേക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ മേഘ ഇന്ന് ഈ കേക്ക് മുറിക്കുന്നതാണ്. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. പകൽ ബർത്ത്ഡേ വെഡിങ് ആനിവേഴ്സറിയുള്ള ഓരോ വ്യക്തികളെയും അവരുടെ കുടുംബങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ പുതിയ വർഷം ദൈവിക നന്മകളാൽ നിറച്ചാട്ടെ, കൃപയാൽ നിറയ്ക്കുന്നത്. പ്രത്യേകിച്ച് മേഘയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഭാവി മകൾക്ക് നൽകുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ പിതാവേ. നമ്മുടെ യാത്രകൾ അനുഗ്രഹിക്കപ്പെട്ട് എഴുതുന്ന എക്സാംസ് നല്ല വിജയം
ലോകത്തിന്റെ ഏതു രാജ്യത്തിരിക്കുന്നവരാണെങ്കിലും അവർക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ, കേരള കുടുംബാംഗങ്ങളുടെ യാത്രകളെ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ ജോലി മേഖലകളെ അനുഗ്രഹിക്കുന്നു. അവരുടെ വരുമാന മാർഗങ്ങളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ബിസിനസ് മേഖലകളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. യേശുവിന്റെ വലിയ നിറവിനാൽ അവിടുന്ന് ഓരോരുത്തരെയും നിറച്ചാട്ട് എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത്ഭുത മന്ത്രിയുടെ കരങ്ങളിലേക്ക് ഈ മക്കളെ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ച് ഞങ്ങൾ അയക്കുന്നു. അവർ കൃതാർത്ഥരായി തീരട്ടെ. ഉയർച്ച കൊണ്ടും നന്മ കൊണ്ടും ശ്രേഷ്ഠത കൊണ്ടും അവിടുന്ന് നിറച്ചാട്ടെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇന്റർവ്യൂവിൽ പങ്കെടുക്കുന്നവരുണ്ട്, എക്സാംസ് എഴുതുന്ന വിദ്യാർത്ഥിനികളുടെ ടെൻഷനുകൾ മാറട്ടെ. അവര് ധൈര്യം പകർന്ന് ഉയർന്ന വിജയത്തിലേക്ക് വരുവാൻ നല്ല രീതിയിൽ മികവിന്റെ ആത്മാവിനാൽ, ഡാനിയലിന്റെ മേൽ പകർന്ന മികവിന്റെ ആത്മാവിനാൽ ഓരോ യുവാവിനെയും, ഓരോ യുവതിയെയും, ഓരോ കുഞ്ഞിനെയും നിറയ്ക്കണം. പ്രത്യേകിച്ച് 10th 11th 12th ക്ലാസ്സുകളിൽ, മറ്റ് പ്രൊഫഷണൽ കോളേജുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികളെ ഞങ്ങൾ അനുഗ്രഹിച്ച് അയക്കട്ടെ. മഹത്വം ഞങ്ങൾ അങ്ങേക്ക് തന്നെ തരട്ടെ. യേശുവിന്റെ നാമത്തിൽ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം യേശുവോടുകൂടെ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ താങ്കൾക്ക് എപ്പോൾ വേണമെങ്കിലും പ്രാർത്ഥന വിഷയങ്ങൾ വിളിച്ചു പറയാം. 2 കരങ്ങളും ഉയർത്തി ചേർന്ന് നമുക്ക് പാടാം. Enneshube